നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഒരു കല്ലുകടിയുമില്ലാതെ നടക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നടൻ പ്രേംകുമാറിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രിയുടെ വിശദീകരണം. മുട്ടിൽ മരം മുറിക്കേസ് അന്വേഷണത്തിൽ താൻ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത 66 മരണപാതയാകുന്നു. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കിടെ പൊലിഞ്ഞത് 5 മനുഷ്യജീവനുകൾ. ചാവക്കാട് നിയന്ത്രണം വിട്ട ബൈക്ക് പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ചവിട്ടി പുറത്തേക്കിട്ട സംഭവം ഞെട്ടിക്കുന്നതെന്ന് സൗമ്യയുടെ അമ്മ സുമതി. നടന്നത് ഗോവിന്ദചാമി സൗമ്യയെ ആക്രമിച്ചതിന് സമാനമായ സംഭവം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പോഴും ട്രെയിനിൽ വേണ്ട സുരക്ഷയില്ലെന്നും സുമതി. ദേശമംഗലത്തെ പേപ്പട്ടി ആക്രമണം. കടിയേറ്റവരുടെ ചികിത്സാ ചെലവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിലെ വറവട്ടൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റത് 7ഓളം പേർക്ക്. പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാരും രംഗത്ത്. വാർത്തകൾ വിശദമായി. ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഒരു കല്ലുകടിയുമില്ലാതെ നടക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ചലച്ചിത്ര അക്കാദമി ആക്ടിംഗ് ചെയർപേഴ്സണായിരുന്ന നടൻ പ്രേംകുമാർ ഉന്നയിച്ച പരാതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അക്കാദമിയിൽ കാലാവധി തീർന്നപ്പോഴാണ് പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചത്. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് സജി ചെറിയാൻ പറഞ്ഞു. പ്രേംകുമാറിനെ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് അറിയിച്ചു കാണുമെന്ന് കരുതുന്നു. ആശാസമരത്തെ പ്രകീർത്തിച്ചതുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടമെന്ന വാദം ശരിയല്ല. പ്രേംകുമാർ ഇതുവരെ ഇടതുപക്ഷ വിരുദ്ധമായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഭാരവാഹികളെ തീരുമാനിച്ചു, അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നതിന് അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയപരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും പ്രേംകുമാറിനോട് പറഞ്ഞ് കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഇല്ലായിരുന്നു, ഞാൻ വിദേശത്തായിരുന്നു ഇത് ഉത്തരവാദിത്ത സമയത്ത്. അപ്പോൾ പ്രേംകുമാറിനോട് പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉള്ള ഉത്തരവാദിത്തമാണ്. അത് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ തിരക്കിയില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ നമ്മൾ ഒരു ടീം മാറി അടുത്ത ടീം വരുന്നു, അതിന് നമ്മൾ ഉത്തരവിറക്കുന്നു. അതിനപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല. അദ്ദേഹത്തെ മാറ്റുന്നതിൽ പല കാരണങ്ങളും പറയുന്നുണ്ട്. പാർട്ടിക്ക് അനവഹിതനായി പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ ആശാസമരത്തെ പ്രകീർത്തിച്ചു. പക്ഷേ അദ്ദേഹം 3 വർഷം അതിൻ്റെ വൈസ് ചെയർമാനായും 2 വർഷം അതിൻ്റെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചു. ഒരു ചെറിയ കാര്യമാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരം. അതേ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തില്ല. അതിന് ആശാ സമരത്തെപ്പറ്റി അതേ എവിടെ അഭിപ്രായം പറഞ്ഞു എനിക്കറിയില്ല. ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടു, ഏതോ ഒരു യോഗം ഞാൻ വിളിച്ച യോഗത്തിൽ എന്തോ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടി കൊടുത്തില്ല ആശാ വർക്കേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ നല്ല മുഖമല്ലേ ഞങ്ങൾക്കുള്ളത്. അതേ അങ്ങനെ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതേ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത്. പ്രേംകുമാറിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അദ്ദേഹം നൽകിയത് മികച്ച സേവനമാണ്. അദ്ദേഹത്തിന് സർക്കാർ നൽകിയത് നല്ല അവസരവും. ചലച്ചിത്രമേളയുടെ നടത്തിപ്പിൽ സംഘാടക മികവ് എന്നത് പ്രേംകുമാറിൻ്റേത് മാത്രമല്ലെന്നും എല്ലാവരും ചേർന്നാണ് മേള നടത്തിയതെന്നും സജി ചെറിയാൻ പറഞ്ഞു. ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഒരു കല്ലുകടിയുമില്ലാതെ നടക്കുമെന്നും സാംസ്കാരിക മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുട്ടിൽ മരമുറി കേസ് അന്വേഷണത്തിൽ താൻ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേസ് അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. പോലീസും ക്രൈംബ്രാഞ്ചുമാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിൽ താൻ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. കേസ് അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇടപെട്ടാൽ അത് അന്വേഷണത്തെ ബാധിക്കും. വനനിയമപ്രകാരമുള്ള ശിക്ഷ വളരെ നീതമായതുകൊണ്ടാണ് പോലീസ് കേസിലേക്ക് പോയത്. 6 മാസം തടവും പിഴയും അടച്ചാൽ മതിയാകില്ല. മരത്തിൻ്റെ വില തന്നെ കോടികൾ വരുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന വറവട്ടൂർ പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ 7ഓളം പേർക്ക് കടിയേറ്റ സംഭവത്തിൽ ഇവർക്ക് വേണ്ട ആശുപത്രി ചെലവുകൾ ഗ്രാമപഞ്ചായത്ത് നൽകണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് നാട്ടുകാർക്കും പരാതിയുണ്ട്. ദേശമംഗലം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ
ഇന്നലെ വൈകിട്ട് മുതൽ വിഷനായ ശല്യമായി 7 പേരെയാണ് കടിച്ചത്. ഇപ്പോഴും ഒരാൾ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്. വളരെ ഗുരുതരമായ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷനായകളെ നിയന്ത്രിക്കുന്നതിലും ഇവർക്ക് കടിയേറ്റ അംഗങ്ങൾക്കും ആളുകൾക്കും വേണ്ട ധനസഹായം പഞ്ചായത്ത് അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഈ 7 പേർക്കും അടിയന്തര സഹായം, സാമ്പത്തിക സഹായം കൊടുക്കാൻ പഞ്ചായത്തിൽ അടിയന്തരമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെടും. വറവട്ടൂർ പ്രദേശത്താണ് 7ഓളം പേർക്കും നിരവധി തെരുവ് നായ്ക്കൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ വറവട്ടൂരിലെ കാട്ടൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് കുഞ്ചുനായർ എന്നയാളെ ആദ്യം പട്ടി കടിച്ചു. പിന്നീട് വറവട്ടൂർ കോളനിയിലെ കൊല്ലേരിപ്പടി മണികണ്ഠൻ മകൻ കണ്ണൻ, കൊല്ലേരിപ്പടി വേലായുധൻ മകൻ കുട്ടൻ, രാത്രി 7 മണിയോടുകൂടി വീട്ടിലേക്ക് വരികയായിരുന്ന പള്ളത്ത് വീട്ടിൽ കുട്ടൻ്റെ ഭാര്യ വനജ എന്നിവരെയും കടിച്ചു. ഞായറാഴ്ച പുലർച്ചെ പള്ളിയിലേക്ക് വരികയായിരുന്ന അയ്യോട്ടിൽ വീട്ടിൽ യൂസഫിനെയും കക്കാടത്ത് വീട്ടിൽ അലിയെയും കടിച്ചു. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇന്ന് രാവിലെ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോൾ നായ വന്ന് കടിച്ചു. നായ വന്ന് കഴുത്തിലേക്കാണ് ചാടിയത്. അപ്പോൾ കയ്യേറ്റ് തടുത്തപ്പോൾ കൈ തൊള്ളയപ്പെട്ടു. അതോടം കൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനുണ്ടാക്കണം. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വറവട്ടൂർ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം എന്ന ബാവയ്ക്ക് നേരെ പട്ടി ആക്രമിക്കാൻ പാഞ്ഞെടുത്തെങ്കിലും വാഹനം ഉപേക്ഷിച്ച് ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതിനെല്ലാം പുറമെ തെരുവ് പട്ടികൾക്കും പട്ടിക്കുട്ടികൾക്കും മറ്റ് വളർത്തുമൃഗങ്ങൾക്കും ആക്രമണത്തിൽ പരിക്കുപറ്റിയതായി പറയുന്നു. പഞ്ചായത്ത് അധികാരികളെ വിവരമറിയിച്ചെങ്കിലും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്ന പരാതിയും നാട്ടുകാർക്കിടയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത 66 മരണപാതയാകുന്നു. ഏതാനും ദിവസങ്ങൾക്കിടെ ദേശീയപാതയിൽ ചതഞ്ഞരഞ്ഞത് 5ഓളം മനുഷ്യജീവനുകൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ പതിവാകുകയാണ് ഈ പാതയിൽ. ദേശീയപാത 66 എന്ന് കേൾക്കുമ്പോൾ വാഹനയാത്രക്കാർക്ക് പേടിയാണ്. അപകടങ്ങളിൽപ്പെടാതെ വീട്ടിൽ തിരിച്ചെത്തിയാൽ ഭാഗ്യമെന്ന് മാത്രം കരുതുന്നവരാണ് ഭൂരിഭാഗവും. സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളും റോഡിലെ കുഴികളുമാണ്. അടുത്തിടെയുണ്ടായ 3 അപകടങ്ങളിലും ജീവനെടുത്തത് ഈ ടോറസുകൾ തന്നെ. ഇക്കഴിഞ്ഞ 25-26 തീയതികളിൽ 2 ഇരുചക്ര വാഹന യാത്രികർ മരിച്ചതാണ് ഒടുവിലത്തെ അപകടം. 25-ന് എടമുട്ടത്ത് മകനുമൊത്ത സ്കൂട്ടറിൽ വരവെ വീട്ടമ്മ ടോറസ് ഇടിച്ച് കൊല്ലപ്പെട്ടിരുന്നു. റോഡിലെ കുഴിയിലകപ്പെട്ട സ്കൂട്ടർ തെന്നിമറിയുകയും റോഡിലേക്ക് വീണ ഇവർ പിറകിൽ വരികയായിരുന്ന ടോറസിനടിയിൽപ്പെടുകയുമായിരുന്നു. തൊട്ടടുത്ത ദിവസം ബൈക്ക് യാത്രികനായ യുവാവായിരുന്നു ടോറസിനടിയിൽ ഞെരിഞ്ഞമർന്നത്. മുന്നിൽ പോയിരുന്ന കാറിൽ തട്ടിയ ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ യുവാവിൻ്റെ ശരീരത്തിലൂടെ ടോറസ് ലോറി കയറിയിറങ്ങി. കയ്പമംഗലം പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം. സെപ്റ്റംബർ 21-ന് ചന്ദ്രാപിന്നിയിലും സമാനമായ അപകടമുണ്ടായപ്പോൾ ജീവൻ ബലി കഴിക്കേണ്ടി വന്നത് കയ്പമംഗലം സ്വദേശിയായ 89 വയസ്സുള്ള വ്യാപാരിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ച് റോഡിലേക്ക് വീണതോടെ ലോറി ശരീരത്തിലൂടെ കയറിയിറങ്ങി. 2 മാസം മുമ്പ് 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിറ്റേന്ന് ഇവർ മരിക്കുകയും ചെയ്തു. കയ്പമംഗലത്ത് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചതും മാസങ്ങൾക്ക് മുമ്പാണ്. പ്രധാന പാതയുടെ നിർമ്മാണം നടക്കുമ്പോൾ ബൈപ്പാസ് റോഡുകൾ സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ച് നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ്. ഇത് പാലിക്കാതെയാണ് തകൃതിയായ നിർമ്മാണം നടക്കുന്നത്. നിലവിലുള്ള ദേശീയപാതയിലാകട്ടെ ആഴത്തിലുള്ള കുഴികളുണ്ട്. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. താൽക്കാലിക പരിഹാരമെന്ന രീതിയിൽ കുഴികൾ നികത്തി തടിതപ്പുകയാണ് ദേശീയപാത അധികൃതർ. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണ്. കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ചന്ദ്രാപിന്നി കയ്പമംഗലം ഈ ഇടമട്ടത്തിൻ്റെ ഇടയിൽ 5 പേര് നമ്മൾ നഷ്ടപ്പെട്ടു. അതിൽ ഒരാൾ നമ്മളെ സീനിയർ ഞങ്ങളെ വ്യാപാരി സംഘടന നേതാവായിരുന്ന CJ, നമ്മുടെ CJ എല്ലാവർക്കും നമുക്ക് എവർക്കും പ്രിയങ്കട്ട CJ പോയി. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ ആ പരിസരം മുഴുവനും
ഈ ഹൈവേ വികസനം നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. പ്രത്യേകിച്ചും കയ്പമംഗലം കാളമുറിൽ അവിടെ മഴ വന്നാൽ ചെളിയുടെ കുളം, ഓക്കെ, ഒരു ദിവസം വെയിൽ വന്നാൽ പൊടി. ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലക്കും അവിടെ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല രൂപത്തിലും MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ടും MP ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പല നിവേദനങ്ങളും ഹൈവേ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തി. പക്ഷേ ഇതുവരെ പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചാവക്കാട് നിയന്ത്രണം വിട്ട ബൈക്ക് പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു. SN പുരം സ്വദേശി റിസ്വലാണ് മരിച്ചത്. അപകടത്തിൽ ബൈക്കിനു പിറകിൽ യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് ഷാഹിദിന് പരിക്കേറ്റു. രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ചാവക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്ക് മാളുകുട്ടി വളവിൽ നിയന്ത്രണം വിട്ട റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന SN പുരം സ്വദേശി റിസ്വാൽ, ഷാഹിദ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിൽ റിസ്വാലാണ് മരിച്ചത്. പരിക്കേറ്റ ഷാഹിദിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പഴയ ലക്കിടി വില്ലേജ് അകലൂർ നരസിംഹക്ഷേത്ര റോഡിൽ കനാൽ പാലത്തിന് കൈവരിയില്ലാത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഗ്രാമീണ റോഡാണിത്. റോഡിന്റെ അടിഭാഗത്ത് കൂടി 7 മീറ്റർ താഴ്ചയുള്ള കനാൽ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇരുവശവും കൈവരിയില്ല. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. അടിയൊന്ന് തെറ്റിയാൽ കനാലിലേക്കാണ് വീഴുക. വലിയ അപകടങ്ങൾക്ക് സാധ്യതയേറെയാണ്. കൈവരി കെട്ടി വാഹനയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വർക്കല ട്രെയിനിൽ യുവതിക്ക് നേരെയുണ്ടായ അക്രമ സംഭവം നടന്നത് സൗമ്യ നേരിട്ട പോലെയുള്ള ക്രൂരകൃത്യമാണെന്ന് ട്രെയിൻ യാത്രക്കിടെ ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ലെന്നും ഇനി ആർക്കും ഈ ഗതി ഉണ്ടാകരുതെന്നും സുമതി പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ യുവതിക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് സൗമ്യയുടെ അമ്മ സുമതിയുടെ പ്രതികരണം. നടന്നത് സൗമ്യ നേരിട്ട പോലെയുള്ള ക്രൂരകൃത്യം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ലാതെയായി. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലും സുരക്ഷയില്ലെന്നും സുമതി പറയുന്നു. ഇനി ആർക്കും ഈ ഗതികേട് ഉണ്ടാകരുതെന്നും സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. എൻ്റെ സൗമ്യക്ക് ഇത് പറ്റിയ അന്ന് മുതൽ ഞാൻ ഇതേ വാക്കുകളാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സൗമ്യക്ക് ഇത് സംഭവിച്ച സമയത്ത് എല്ലാവരും റെയിൽവേ കുറേ അതിന് കുറേ സുരക്ഷിതമാണ് പറഞ്ഞിട്ട് പോലീസുകാർ ഇവരെല്ലാം ഇടയെല്ലാം നിർത്തി ക്യാമറ വെച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതൊന്നും ആ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇത് വീണ്ടും ഇത് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഇവർ സുരക്ഷിതയും കാര്യങ്ങളെല്ലാം വെച്ചു. ഇതിപ്പോൾ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അതേ ഇതിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്തൊരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് അയക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു കാര്യം. അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ചു ദിവസത്തേക്ക് പ്രഹസനമെന്ന രീതിയിൽ കമ്പാർട്ട്മെൻറ്റുകളിൽ പരിശോധനകൾ നടന്നു. 15 വർഷമായി സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ ആരും ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കുന്നില്ലെന്നും വേദനയോടെ പറഞ്ഞുവെച്ചു സുമതി. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തരുടെ ട്രെയിനിൽ വന്ന് കയറും. ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിലെത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പം ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റും. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് മാറ്റിവെച്ച മുള്ളൂർക്കര ഇരുന്നലങ്കോട് സ്കന്ദഷഷ്ഠി മഹോത്സവവും അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നൂറുകണക്കിന് ആളുകൾ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. വിവിധ ദേശങ്ങളിൽ നിന്നും വന്ന കാവടി സംഘങ്ങൾ മനോഹരമായ കാഴ്ചയാണ് നൽകിയത്.
ഓങ്ങല്ലൂർ പഞ്ചായത്ത് 8-ാം വാർഡിലെ ശ്രീനാരായണ കമ്പനിക്ക് സമീപം വികസന സദസ്സ് സംഘടിപ്പിച്ചു. പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. വിവിധ വ്യക്തികളെ ആദരിക്കലും ഉണ്ടായിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കർക്കിടകച്ചാൽ 8-ാം വാർഡ് വികസന സദസ്സാണ് വാടാവശ്ശി ശ്രീനാരായണ കമ്പനിക്ക് സമീപം സംഘടിപ്പിച്ചത്. പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷ്ണദാസ് പ്രസന്ന, വിനീത, വാർഡ് മെമ്പർ K അശോകൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് തലത്തിലൊക്കെ നടക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അത്തരം രൂപത്തിൽ നമ്മൾ 10-32 വീടുകളും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ എല്ലാ മേഖലകളിലും വൃദ്ധർക്ക് കട്ടിലായാലും അതുപോലെ തന്നെ ലാപ്ടോപ്പായാലും അതിൽ ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയത് നമ്മൾ ഈ 5 കൊല്ലക്കാലത്തിൻ്റെ ഉള്ളിൽ മൺപാത്ര നിർമ്മാണക്കാരുണ്ട്. അവർക്ക് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ മൺപാത്ര നിർമ്മാണക്കാരുള്ള ഒരു വാർഡാണ് നമ്മൾ 8-ാം വാർഡ്. തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്ന് 28-ാം വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ. യുവതലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഉറച്ച തീരുമാനമെന്ന് പരുത്തിപ്ര ADSന്റെ സ്നേഹസംഗമം ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ വിജയൻ വ്യക്തമാക്കി. കൗൺസിലർ പദത്തിൽ നിന്ന് ആജീവനാന്തം വിട പറയുന്നു എന്ന പ്രഖ്യാപനമാണ് ചടങ്ങിൽ ഷൊർണൂർ വിജയൻ നടത്തിയത്. 2010 മുതൽ 2015 വരെയും പിന്നീട് 2020 മുതലും കൗൺസിലറാണ് ഷൊർണൂർ വിജയൻ. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് പരുത്തിപ്ര മേഖലയിൽ നിന്ന് വിജയിച്ച വിജയൻ ആദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു. കോൺഗ്രസ് പ്രതിനിധിയായി ഇരിക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് വിജയൻ പാർട്ടി വിട്ട് CPMൽ ചേർന്നത്. 2 തവണ ജനപ്രതിനിധിയായവർ യുവതലമുറയ്ക്ക് വഴിമാറി മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കണമെന്ന് തീവ്രമായി വാദിച്ചാണ് വിജയൻ കൗൺസിലർ പദത്തിൽ നിന്ന് ആജീവനാന്തം വിട പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. തന്റെ തീരുമാനം പൊതുപ്രവർത്തകർ മാതൃകയാക്കണമെന്ന് വിജയൻ അഭ്യർത്ഥിച്ചു. ഏതൊരു പ്രസ്ഥാനത്തിനു വേണ്ടി താഴെത്തട്ട് മുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവർക്കൊന്നും മത്സരിക്കാൻ പാടില്ല. ഒരിക്കൽ ജയിച്ചാൽ പിന്നെ മരണം വരെ ഞാൻ തന്നെയാണ് കൗൺസിലറും MLAയും MPയും എന്നുള്ള നിലപാട് ഒരുപാട് യുവാക്കളെ നിരാശരാക്കുന്നതും നേരിട്ട് മനസ്സിലാക്കിയിട്ടൊരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നത്. 2 വട്ടം എനിക്ക് ജയിച്ചാൽ 2 വട്ടം കൗൺസിലറായാൽ മതി. ആ തീരുമാനം ഞാൻ പാലിക്കുന്നു. ഇത് ഒരു മാതൃകയായി എല്ലാ പാർട്ടി നേതാക്കളും ഏറ്റെടുക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി എനിക്ക് ഇക്കാര്യത്തിലുണ്ട്. പുതിയ തലമുറയ്ക്ക് വ്യക്തമായും അവസരങ്ങൾ കൊടുക്കാനുള്ള ഒരു പ്രചോദനമായി എൻ്റെ ഈ തീരുമാനം എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CDS ചെയർപേഴ്സൺ VC സിന്ധു തുടങ്ങിയവർ സന്നിഹിതരായ സദസ്സിൽ വെച്ചാണ് വിജയന്റെ ശ്രദ്ധേയമായ പ്രഖ്യാപനം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലെ 5-ാം വാർഡിൽ PVJP സ്കൂൾ പരിസരത്ത് സർക്കാർ സ്പോൺസേഡ് നീരുറവ. 3 വർഷത്തിലേറെയായി ഈ ഭാഗത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുകയാണ്. പ്രശ്നത്തിൽ വാട്ടർ അതോറിറ്റിയും നഗരസഭയും പരസ്പരം പഴിചാരുകയാണ്. കൗൺസിലറോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശത്തെ BJP പ്രവർത്തകർ ആരോപിച്ചു. നശിച്ച രീതിയിൽ കടക്കാൻ തുടങ്ങിയിട്ട് ഒരു ആള് പോലും ഇത് തിരിഞ്ഞു നോക്കണില്ല. കുറേ നാളുകളായി ഇത് ഇങ്ങനെ ഇൻസുലേഷൻ ചുറ്റിയിട്ടും ടാപ്പ് ഒട്ടിച്ചും ഇത് കുറെ ആൾക്കാരോടായി ഇത് ചെയ്തു തരാൻ പറയുന്നു. ഈ 3 വർഷമായി ഈ പൈപ്പ് ഇവിടെ പൊട്ടിയിട്ടതുപോലെ ജലം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാട്ടർ അതോറിറ്റി അറിയിച്ചു, അതുപോലെ വേണ്ടപ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചു. കൗൺസിലർ വന്നിട്ട് അറിയിച്ച വാട്ടർ അതോറിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞത് കൗൺസിലറോട് പറയാനാണ് ഈ പൈപ്പ് മാറ്റണം എന്നാണ് പറഞ്ഞത്. കൗൺസിലറോട് പറഞ്ഞപ്പോൾ അവിടെ വന്നിട്ട് സെല്ലോ ടൈപ്പ് കൊണ്ടൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുക. ഇത്തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളും വികസനങ്ങളും. നമുക്ക് ആലോചിച്ചാൽ അറിയാം, എത്രയോ കാലങ്ങളായി ജലം പാഴായിക്കൊണ്ടിരിക്കണം. ഈ വീട്ടിലേക്ക് കയറി പോകേണ്ട വഴിയാണ്. പലവട്ടം പറഞ്ഞ് അവർ പരാതി പറഞ്ഞതാണ്. വേണ്ടപ്പെട്ടവരൊന്നും ഇതിന് നടപടി എടുക്കുന്നില്ല. അപ്പോൾ ഇത് ഇത്തരത്തിലൊക്കെയാണ് മുന്നോട്ട് പോക്കുമെങ്കിൽ ഇതിനെതിരെ കർശനമായി പ്രതിഷേധിക്കേണ്ടി വരും എന്നറിയിക്കുകയാണ്. പത്തിരിപ്പാല ടൗണിലെ വലിയ ഗർത്തം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അടച്ചു. STV വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായത്. കുഴിയിൽപ്പെട്ട് നിരവധി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു. കുളപ്പള്ളി പരിയാനം പറ്റുപടിയിൽ പാതയിലെ ചതിക്കുഴികൾ അടച്ച് പ്രാദേശിക BJP പ്രവർത്തകർ. കുഴികൾ രൂപപ്പെട്ടതോടെ ഈ ഭാഗത്തെ വളവിൽ അപകടങ്ങൾ പെരുകിയിരുന്നു. പ്രവർത്തകരുടെ സേവന മനോഭാവത്തെ പ്രശംസിച്ച് സമീപത്തെ വ്യാപാരികളായ
കബീർ, സെയ്ദ് എന്നിവർ ശീതളപാനീയങ്ങൾ നൽകി. BJP കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി റിനു റാം നേതൃത്വം നൽകി. രഞ്ജിത്ത് മുല്ലയ്ക്കൽ, സന്തോഷ് കണ്ണൻ, അജിൻ, OK മണികണ്ഠൻ പഴനിപ്പറമ്പിൽ, CK രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ കുളപ്പുള്ളി കൈലാട് റോഡിൽ വലിയ കുഴികൾ വളവുകളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും പ്രത്യേകിച്ച് നിയമ നടപടിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്നലെ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആ കുഴി തൂർക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിലൂടെ വികസന മുന്നേറ്റ ജാഥയെല്ലാം കടന്നുപോയ ഒരു വഴിയാണത്. ഇത്തരത്തിൽ അധികൃതരുടെ കണ്ണിൽ പെട്ടിട്ടും അത് വേണ്ട രീതിയിൽ നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഇവിടെ ഒരു ബൈക്കുകാരൻ അർദ്ധരാത്രി വന്ന് ആ കുഴിയിൽ വീഴുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP പ്രവർത്തകർ ആ കുഴികളിൽ നിന്ന് അടയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഒരു കല്ലുകടിയുമില്ലാതെ നടക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നടൻ പ്രേംകുമാറിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രിയുടെ വിശദീകരണം. മുട്ടിൽ മരം മുറിക്കേസ് അന്വേഷണത്തിൽ താൻ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന നിർദ്ദിഷ്ട ദേശീയപാത 66 മരണപാതയാകുന്നു. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കിടെ പൊലിഞ്ഞത് 5 മനുഷ്യജീവനുകൾ. ചാവക്കാട് നിയന്ത്രണം വിട്ട ബൈക്ക് പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ചവിട്ടി പുറത്തേക്കിട്ട സംഭവം ഞെട്ടിക്കുന്നതെന്ന് സൗമ്യയുടെ അമ്മ സുമതി. നടന്നത് ഗോവിന്ദചാമി സൗമ്യയെ ആക്രമിച്ചതിന് സമാനമായ സംഭവം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പോഴും ട്രെയിനിൽ വേണ്ട സുരക്ഷയില്ലെന്നും സുമതി. ദേശമംഗലത്തെ പേപ്പട്ടി ആക്രമണം, കടിയേറ്റവരുടെ ചികിത്സാ ചെലവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ്. പഞ്ചായത്തിലെ വറവട്ടൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റത് 7ഓളം പേർക്ക്. പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാരും രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.